നല്ല സിമ്പിളും ക്രീമി ആയിട്ടുള്ള പാസ്തയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ച് നമ്മൾ ഇത് പാസ്ത വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു സവാള, കുറച്ച് കാശ്മീരി ചില്ലി, 5 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി, കുറച്ച് ബദാം അല്ലെങ്കിൽ കഷ്നട്ട് ചേർത്ത്, പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനും കൂടി വെച്ചിട്ട് ഇതൊന്ന് എയർ ഫ്രൈയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചിക്കനൊക്കെ മാറ്റിയിട്ട് ഈ ഒരു വെജിറ്റബിൾസൊക്കെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇതുപോലെ ഒന്ന് പീസാക്കാം. നല്ലോണം ചെറുതാക്കാതെ കുറച്ച് വലിയ പീസ് തന്നെ ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മളിത് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ബട്ടർ കുറച്ച് കൂടുതൽ തന്നെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആവും. ഇനി നമ്മൾ അരച്ച് വെച്ച ഈ ഒരു ക്രീമും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ചും കൂടെ ക്രീമും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി നല്ലോണം തിളപ്പിച്ച് ഒരു കുറുകിയ പോലെ ആക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മുടെ പാസ്തയിട്ട് കുറച്ച് ഒറിഗാനോ പൗഡർ ഇടാം. ഇനി എരിവിന് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇത് എരിവ് പാകമാണ്. ഇനി ഇതാ നമ്മൾ ചിക്കനും ഇട്ട് നന്നായി ഇളക്കി അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ല ടേസ്റ്റി നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ട് ഉണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.